മൂന്നെണ്ണം പറഞ്ഞോ. ഫസ്റ്റ് പണിഷ്മെന്റ് ആ മൂലയ്ക്ക് പോയിട്ട് തലയിൽ ഒരു ചട്ടിയും കയ്യിൽ അവിടെ തുടയ്ക്കുന്ന മോപ്പും എടുത്ത് പിടിച്ചിട്ട് തല ഇങ്ങനെ കെട്ടണം. കെട്ടിയിട്ട് വേണം ചട്ടി വെക്കാൻ. എന്നിട്ട് കയ്യിലൊരു മോപ്പും എടുത്ത് പിടിക്കണം. എന്നിട്ട് ആ മൂലയ്ക്ക് പോയി നിന്നിട്ട് നൗഫലിന് വട്ടാണേന്ന് കൂവിക്കൊണ്ട് നിൽക്കണം ഒരു ഗെയിം കഴിയുന്നിടം വരെ. സെക്കൻഡ് പണിഷ്മെന്റ് പിച്ചക്കാരനെ പോലെ ഫുൾ ഒരുങ്ങിയിട്ട് താഴെ ഇരുന്ന് പിച്ച് തരണം. പിച്ചക്കാരനെ പോലെ ഒരുങ്ങി പിച്ച് തരണം. തേർഡ് പണിഷ്മെന്റ് ഹരിമുരളിയുരവും പാട്ടിന് കരോക്കെ ഇട്ടിട്ട് പാടണം. ഇനിയും ഗൈസ് പാലക്കാടാ മ്യൂസിക് കഴിപ്പിക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. സിംഗിൾ മാച്ചാണ്. എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാ ഗൈസ്. എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യാ. അവിടെ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ഡബിൾ ടാപ്പ് കയറുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ എല്ലാരും കൂടി ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് നല്ല ടാപ്പ് കിട്ടും. വൈശാഖേട്ട താങ്ക് യു സോ മച്ച്. വൈശാഖേട്ട താങ്ക് യു ഗൈസ്. എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യും. സെവി താങ്ക് യു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളടത്തല്ലേ ഞാൻ ഇരിക്കണം. നിങ്ങൾ എന്തിനാ കളിയിൽ അങ്ങനെയല്ല, ഡീസന്റ് കളി, അല്ലാണ്ട് കൂടെയിപ്പ് കളി കളിക്കണ്ട. ബാക്കപ്പില് അധികം ഇങ്ങനെ പിടിക്കണ്ട. ഓക്കെ, ഇനി താത്തി വെച്ചോ, കൈ താത്തി വെച്ചോ. ഞാൻ വെച്ചതിലോട്ട് ഇഞ്ഞി വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇനി താഴോട്ട് വെച്ചേ. ഇനി താഴോട്ട് വെച്ചേ അവിടെ വെക്കണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യും. ബ്രോ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യും. ഇനി എന്തെങ്കിലും ആക്ക് ഇടങ്ങാറാക്കുന്നു. ഇനി അങ്ങനെ കൈവക്കല്ലാന്ന് പറയുമ്പോ താങ്ക് യു ഫോർ യുവർ റോസ്. വൈശാഖ് ചേട്ടാ താങ്ക് യു. ഗൈസ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് നമുക്ക് ഈ ഗെയിം ഒന്ന് ജയിപ്പിക്കും. അയ്യോ ട്രിപ്പിള് നാട്ടിൽ കൊല്ലത്തെവിടെയാണ്? കൊല്ലത്തല്ലേ ചേട്ടാ. താങ്ക് യു ബ്രോ, താങ്ക് യു ഗൈസ്. ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാരും ടാപ്പ് 5 പേര് 5 റോസ് ഇടണം ഗൈസ്. 5 പേര് 5 റോസ് ഇടണം. മൂസക്ക താങ്ക് യു സോ മച്ച്. ഇനി 4 പേര് കൂടെ 4 റോസ് ഇടണം. 4 പേര്. ഫീനിക്സ് താങ്ക് യു സോ മച്ച്. നിസാം താങ്ക് യു സോ മച്ച്. ഇനി 2 റോസ് കൂടെ വേണം. കണക്കിൽ ഞാൻ വീക്ക. ഇനി 2 റോസ് കൂടി. താങ്ക് യു. വൈശാഖേട്ട താങ്ക് യു. പൊളി എല്ലാവരും ഗൈസ്. ഇനി ട്രിപ്പിൾ ആണ്. ഗൈസ് ട്രിപ്പിളില് നല്ല പോയിന്റ് കിട്ടും നമുക്ക്. ചെറിയ നല്ല പോയിന്റ് കിട്ടും. അവസാനത്തെ കളി. യുകെ പ്ലീസ്. അസർ ബ്രോ, സച്ചു അസർ ബ്രോ താങ്ക് യു. ലാസ്റ്റ് ആണ് അസർ ബ്രോ താങ്ക് യു. സച്ചു ബ്രോ താങ്ക് യു. അസീബ് ബ്രോ താങ്ക് യു. അസീബ് ബ്രോ താങ്ക് യു. അല്ലാ അവിടെ പോയടോ അങ്ങനെ ഒന്നും നോക്കണം. നമ്മള് അല്ലേ സൂപ്പർ ഗൈസ്. ട്രിപ്പിള് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ട്രിപ്പിള് കഴിഞ്ഞിരിക്കുന്നു. നൗഫലെ മോനെ മോനെ ഖദീജയെ വിളിച്ചോ. മോനെ നമ്മളെ പോറ ഈ കുരിപ്പിനൊന്ന് ഒന്ന് സ്വീപ്പാക്കുന്നതാ. എല്ലാ ദിവസവും എന്നെ കൊണ്ട് പണിഷ്മെന്റ് എടുപ്പിക്കാന്ന് വിചാരിച്ചു. ദൈവമേ അവിടെ ആരും പഠിക്കരുതേ. എത്ര നമ്മൾ തോറ്റോറ
ഒന്ന് ഇത്തരത്തിൽ നമ്മൾ തോറ്റോളാം. ആ എത്തി നോക്കി ഇത്തരത്തിൽ നമ്മൾ തോക്കും. നിങ്ങൾ തോക്കും. നിങ്ങൾ തോക്കും. ലാസ്റ്റ് 3 സെക്കൻഡ് മതി നമ്മൾ അർഷി. താങ്ക് യു അർഷി. അൺഫോർച്ചുനേറ്റ് ബ്രോ. എനിക്ക് കൊതിയാവുന്നു നൗഫിൽക്ക, നിങ്ങളുടെ പണിഷ്മെന്റ് കാണാൻ കൊതിയാവുന്നു. ജൽദി ജൽദി കരോ, ജൽദി ജൽദി. അയ്യോ 30 സെക്കൻഡിൽ എന്ത് കരോ അവിടെ. ജൽദി ജൽദി കർണേ. എന്ത് ടെൻഷനാ? എന്റെ ഹിന്ദി ആരും കേൾക്കരുത് പ്ലീസ്. എന്റെ ഹിന്ദി ഇങ്ങനെ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇട്. ഒന്ന് ബൂസ്റ്റ് ഇടട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കോംപ്ലാൻ. ജയിച്ചടോ 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 ജയിച്ചടോ. എന്റെ ബ്രോ പാലു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പൊളി പൊളി പൊളി. ചമ്മിപ്പോയി നിങ്ങൾ, ചമ്മിപ്പോയി നിങ്ങൾ, ചമ്മിപ്പോയി ചമ്മിപ്പോയി. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ജയിക്കുന്നു. ഇവിടെ ഇതില് കാര്യമായിട്ട് അല്ലെങ്കിൽ ഇനിയായിരിക്കും ചെയ്തല്ലേ ഇത്. ഇവിടെ രണ്ടാമത്തെ സ്നേപ്പ് കാര്യമില്ല. SS ബ്രോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാര്യമില്ല ഇനി വലിയ ആൾക്കാരെ നോക്ക്. ഓക്കെ എടുക്കെടുക്ക് പണിഷ്മെന്റ് കളിക്കണ്ട. ഇനി കഴിഞ്ഞു നിങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ ഇനി പണിഷ്മെന്റിലേക്ക് കടന്നു. എന്താ പറയാ, ഓൾറെഡി പറഞ്ഞു എല്ലാം ഫിക്സ് ആക്കി എഴുതി എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ അടിച്ചു ഗിഫ്റ്റ്. എന്റെ സ്കോർ കാണാണ്ടായിപ്പോ. SS ബ്രോ അടിച്ചിക്കാനും ഇതില് കാര്യമില്ല. പക്ഷെ അടിക്കേണ്ട സ്ഥാനത്ത് സമയത്ത് അടിക്കണമായിരുന്നു. കഴിഞ്ഞ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. എണീറ്റ് നിൽക്കുന്നു. വിളിക്കല്ല വായ കൊള്ളുന്നത്. അതെ ആ 0 വന്നോ. ആ അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡും കൂടെ വേണമെങ്കിൽ അടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. അനക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയാ. SS ബ്രോ അനക്ക് അടിച്ചിക്കേ ഓനെല്ലാ കളിയിലും സപ്പോർട്ട് അടിച്ചൊക്കെ അവിടെ കേറിട്ടുണ്ട്. അടുത്തൊക്കെ കേറിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ആ മൂലയ്ക്ക് പോയിട്ട് തലേ കെട്ടി ഇന്ന് വന്നതിന് ശേഷമാണ് ഒരു പിന്നെ നമ്മളെ നെക്ലേസ് വന്നത്. ഓക്കെ ഒരു നെക്ലേസ് പോയിട്ട് സാധനം നിങ്ങൾക്ക് നെക്ലസോ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് തരാൻ പറ്റിയ സാധനമാണോ തന്നു? വെറുതെ അകത്ത് ഇറങ്ങി സതീജയ്ക്ക് കൊടുക്കാൻ തന്നായിരിക്കും. അതെ ആ മൂലയ്ക്ക് പോയിട്ടേ തലയില് കെട്ടിയിട്ട് ഒരു ചട്ടിയും വെച്ചിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കണത് ആ കയ്യില് ഒരു മോപ്പും പിടിച്ചിട്ട് ആ മൂലയ്ക്ക് പോയിട്ട് നിന്നിട്ട് നൗഫലിന് വട്ടാണേന്ന് കൂവി കാണും. 190 പോയിന്റ് അടിച്ച കേൾക്കില്ല. സെക്കൻഡ് പണിഷ്മെന്റ് എന്തായിരുന്നു പറഞ്ഞത്? അയ്യോ ആരെങ്കിലും ഓർമ്മിപ്പിക്കണേ. ഹരിമുരളീരവം പാട്ട് കരോക്കെ ഇട്ട് ഫുള്ള് പാടുക. വേറൊരു പണിഷ്മെന്റ് പറഞ്ഞ എന്തായിരുന്നു? ആ ഓക്കെ അതെടുക്കാൻ പോകും. എന്നാ അതെടുക്കും. ഇനിയിപ്പൊ എനിക്ക് ആലോചിച്ചിട്ടുണ്ട് തലപുണ്ണാക്കണ്ട. ഞാൻ ഫുള്ള് ഫുഡ് അടിച്ചാ കുറച്ച് ലാസ്റ്റ് പഠിക്കും. അങ്ങനെ പാട്ട് കേൾക്കുന്നത് എല്ലാരും എപ്പോഴും ഡാൻസ് അല്ലേ കാണുന്നത്? പൊള്ളി പാട്ടാ.
മുരളീരവക്ക് വരും. അത് എന്നോട് എനിക്ക് ഇത്രയും ഒരാളും തോന്നുന്നത്. എന്നെ രക്ഷിക്കാൻ വന്നൂല്ലോ, എന്നെ രക്ഷിക്കാൻ നീ വന്നൂല്ലോ. ആ മൊത്തം പാടണം, ഒരു വരി പോലും വിടാതെ. എല്ലാരും കാതോർത്തിരിക്കുക. എനിക്ക് നിന്നോട് മുമ്പേ തോന്നിയത് അഭിമാനമാ. സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാരും പാട്ട് കേട്ടോളുക. നമ്മുടെ പ്രശസ്ത പാട്ട് അനൗൺസ് ചെയ്യട്ടെ. നമ്മുടെ സഹൃദ ഹൃദയരായ നാട്ടുകാരെ, നമ്മുടെ പ്രശസ്ത ഗായകനായ മിസ്രിയ നൗഫൽ, ഖദീജയുടെ ഭർത്താവ്, ഇപ്പോൾ നമുക്ക് വേണ്ടി കാമുകൻ ഇപ്പോൾ നമുക്ക് വേണ്ടി രംഗത്തായി അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു വളരെ പ്രശസ്തമായ ഗാനം ഹരിമുരളീരവമായിരിക്കും. ഈ സോങ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ അതും നിങ്ങൾ തികച്ചും പൊട്ടന്മാരായിക്കൊണ്ടാണ് കേൾക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം ഈ സോങ് തികച്ചും ഇവിടെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ എൻജോയ് ചെയ്യുക. നല്ല പാട്ടിനായി വീണ്ടും വരിക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. കമോൺ. ഹിന്ദി കരോക്കെ മലയാളം